മാനസമേ ചാരുക ദിനവും ഈ ദിവ്യ സ്നേഹിതനിൽ ധ്യാനം ചെയ്യുക തന്തിരു സ്നേഹമധുരിമ സന്തതവും എന്തു ഖേദം വരിയിലും പതരാ യേശുവിൽ നിന്നാശ്രയം കരുതി അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം അടലായി അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം അടലായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 40-ാം സങ്കീർത്തനം 11-ാം വാക്യം. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. ദൈവത്തിൻ്റെ കരുണയെ തടയരുതെന്നും അവൻ്റെ സ്നേഹവും വിശ്വസ്തതയും തന്നെ നിരന്തരം സംരക്ഷിക്കുവാൻ അനുവദിക്കണമെന്നുമുള്ള ദാവീദിൻ്റെ അപേക്ഷയാണ് ഈ വാക്യം. ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന സ്നേഹത്തിലും അചഞ്ചലതയിലുമുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമായി ഈ വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റമില്ലാത്തതാണെന്നും സുരക്ഷയും സംരക്ഷണവും നൽകുന്നതിന് അവൻ്റെ കരുണയും വിശ്വസ്തതയും സദാ നിലനിൽക്കുന്നുവെന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാം. നാം വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴും നമുക്കെല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്. നാം നമ്മുടെ സ്വന്തം നീതിയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ആശ്രയിക്കണം. വിശ്വാസിയെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ 2 ഗുണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവ സ്നേഹവും സത്യവുമാണ്. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ സ്നേഹവും സത്യവും നമ്മെ അവനുമായി സ്ഥിരമായി അടുപ്പിച്ച് നിർത്തുന്നു. ദാവീദിനെ പോലെ നിരന്തരം ദൈവത്തിൻ്റെ സഹായവും ആശ്രയം ലഭിപ്പാൻ അവൻ്റെ കരുണയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണ എന്നിൽ നിന്ന് മാറ്റാതെ നിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലും സത്യത്തിലും നിലനിൽക്കുവാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.